ഡൽഹിയിൽ നടന്ന ഉച്ചകോടി വിജയമാണെന്നും ലോക നേതാക്കളുടെ പങ്കാളിത്തം ഇതിനെ കരുത്ത് പകരുന്നുവെന്നും ശശി തരൂർ MP. വികസനത്തിനായി ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന ശക്തമായ സന്ദേശമാണ് ഉച്ചകോടി നൽകുന്നത്. കൂടാതെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള പുതിയ പ്രതിരോധ കരാർ രാജ്യത്തിന്റെ പ്രതിരോധ ശക്തിയും സ്വയം പര്യാപ്തതയും വർദ്ധിപ്പിക്കുമെന്നും തരൂർ കൂട്ടിച്ചേർത്തു. പ്രതിരോധം പോലുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി സർക്കാരിനൊപ്പം നിലകൊള്ളുമെന്നും തരൂർ വ്യക്തമാക്കി. From what I understand is that these first couple of days have gone extremely well. There have been some glitches, some organizational things. These things happen in a large event. But by and large, what has been impressive is, first of all, the attendance. As you said, a number of presidents, prime ministers and world leaders are here. And they've come with a strong message of wanting to see a newly integrated world in AI development where the impact upon society will be the principal preoccupation, and India has clearly led the drive in this area. As far as the French Rafale is concerned, parts of it are being manufactured in India, and that is a very important aspect of the deal because it is part of strengthening our defense but also increasing our self-reliance in the defense sector. So all of these are very important developments. I believe that defense is important for India, not because we want to go to war, but because we don't want others to think that we are so weak that they can be tempted to go to war. വിശദാംശങ്ങളുമായി ഡൽഹി നിന്മേസ് നന്ദഗോപൻ ചിരിയാണ്. നന്ദൻ, കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ, മോദിയുടെ ഇടപെടലുകളെ പ്രകീർത്തിച്ചിട്ടുണ്ട് പലപ്പോഴും ശശി തരൂർ MP. ഇപ്പോൾ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് വികസന പദ്ധതികളുമായി, കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് വീണ്ടും അഭിനന്ദനവുമായാണ് തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് തരൂർ വിശദീകരിച്ചത്? സുരേഷ്, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഡൽഹിയിൽ നടക്കുന്ന ഉച്ചകോടിയെ അധിക്ഷേപിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന MP ശശി തരൂർ ഈ ഇമ്പാക്റ്റും ഒപ്പം ഇമ്പാക്ട് സബ്മിറ്റ് നടത്തുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ പ്രയത്നത്തെയും അഭിനന്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇമ്പാക്ട് ഉച്ചകോടി വൻ വിജയമാണ് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. പ്രധാനമന്ത്രിമാരും അതേപോലെ തന്നെ പ്രസിഡന്റുമാരുമായി ലോക നേതാക്കൾ ാണ് ഈ ഉച്ചകോടി ഉണ്ടായിരിക്കുന്നത്. വികസനത്തിൽ പുതിയൊരു ഏകീകൃത ലോകം രൂപീകരിക്കുവാൻ വേണ്ടിയുള്ള ശക്തമായ സന്ദേശമാണ് ഭാരതം നൽകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. മാത്രമല്ല, ഇത്തരമൊരു വലിയ പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായും ചില ഭാഗപ്പിഴകൾ ഉണ്ടാകും. അത് കാര്യമാക്കേണ്ടതില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ സർവകലാശാല ചൈനീസ് റോബോട്ടിക് ഡോഗിനെ പ്രദർശിപ്പിച്ച വിഷയത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. എന്നാൽ ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ഫ്രഞ്ചുമായി നടത്തിയ പ്രതിരോധ കരാറാണ്. ഈ കരാർ അത് ഭാരതത്തിന് എല്ലാ തരത്തിലുമുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ ഉതകുമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അല്ലെങ്കിൽ ഭാരതം സ്വയം പര്യാപ്തതയിലേക്ക് ഭാരതത്തെ നയിക്കുവാൻ ഉതകുമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. പ്രതിരോധ മേഖലയിൽ ഭാരതം ഒരു പിടി കൂടി കടക്കുകയാണ്. ഇനി ആരെയും ആക്രമിക്കാൻ, മറിച്ച് ഭാരതത്തെ ആക്രമിക്കാൻ ആലോചിക്കാം, അല്ലെങ്കിൽ അവർ ചിന്തിക്കണം, അല്ലെങ്കിൽ അവർ അതിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ മനസ്സിൽ അതിന്റെ ഭയമുണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഫ്രഞ്ചുമായി നടത്തിയ കരാറിൽ അദ്ദേഹം സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായും ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.